കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകക്കാരനെ മാറ്റി നിയമിച്ച സംഭവത്തിൽ കൂടൽമാണിക്യം ദേവസ്വത്തിനെതിരെ ഹിന്ദു ഐക്യവേദി ജീവനക്കാരനെ ഓഫീസിലേക്ക് മാറ്റി നിയമിച്ചത് ജാതിയുടെ പേരിലാണോ എന്ന് വ്യക്തമാക്കണം. ജാതിയുടെ പേരിൽ ഭിന്നിപ്പിച്ച് ഹിന്ദുക്കളുടെ തമ്മിലടിപ്പിക്കാനാണ് CPI നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ നീക്കം. തന്ത്രിമാരുടെ സമ്മർദ്ദത്തിന് കീഴടങ്ങിയ ദേവസ്വത്തിന് തുടരാൻ അർഹതയില്ലെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു പറഞ്ഞു. ഇരിങ്ങാലക്കുട കുടൽമാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദം അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിപ്പോയി. ജാതിയുടെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ വിവാദത്തിന് മുഴുവൻ ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡാണ് എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയാനുള്ളത്. ദേവസ്വം ബോർഡിൻ്റെ ഒളിച്ചുകളി ദേവസ്വം ബോർഡ് അവസാനിപ്പിക്കണം. ജാതിയുടെ പേരിൽ വിവേചനം കാണിച്ചത് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് നിയോഗിച്ച കഴകക്കാരനെ ദിവസങ്ങൾക്കുള്ളിൽ ദേവസ്വം ഓഫീസിലേക്ക് മാറ്റി നിയമിച്ച ദേവസ്വം ബോർഡാണ് ഈ ജാതി വിവേചനത്തിന്റെ ഉത്തരവാദി എന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയാനുള്ളത്. അക്ഷന്തവ്യമായ അപരാധമാണ് CPM നേതൃത്വം നൽകുന്ന ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ നടത്തിയത്. അക്ഷന്തവ്യമായ അപരാധമാണ്. ജാതി വിവേചനത്തിന് ചൂട്ടുപിടിക്കുകയാണ് CPM ചെയ്തത്. അങ്ങനെ ജാതി വിവേചനം ഹിന്ദുക്കളിൽ ഉണ്ട് എന്ന് വരുത്തി ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കുന്ന ഒരു ശൃഗാല തന്ത്രമാണ് CPM നേതൃത്വം നൽകുന്ന ഭരണസമിതി ഇരിങ്ങാലക്കുടയിൽ സ്വീകരിച്ചത്. വാർത്തയുടെ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുകയാണ്. ആനന്ദ്, ശ്രീ RV ബാബു ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അക്ഷന്തവ്യമായ അപരാധമാണ് അവിടെ ദേവസ്വം ബോർഡിൽ നിന്നും ഉണ്ടായത്. ഈ ഒരു പ്രശ്നം വന്നപ്പോൾ കഴകസ്ഥാനത്ത് നിന്ന് ബാലുവിനെ മാറ്റിക്കൊണ്ട് ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് മാറ്റുകയാണ് ദേവസ്വം ബോർഡ് ചെയ്തത്. അതായത് ഈ ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കുന്ന ഒരു നീക്കത്തിന് കൃത്യമായി ദേവസ്വം ബോർഡ് അത്തരത്തിൽ പിന്തുണ നൽകുകയായിരുന്നു എന്നല്ലേ അർത്ഥമാക്കേണ്ടത്? നീലിമ, എന്തായാലും ഈ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വിഷയത്തിൽ ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പരസ്യമായിട്ടുള്ള ഒരു നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഈ ജീവനക്കാരനെ ദിവസങ്ങൾക്കകം ഈ ഓഫീസിലേക്ക് മാറ്റി നിയമിച്ചത് ജാതിയുടെ പേരിലാണോ എന്ന് കൂടൽമാണിക്യം ദേവസ്വം വ്യക്തമാക്കണമെന്നാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയത്തിൽ CPM നേതൃത്വം നൽകുന്ന ദേവസ്വം ഭരണസമിതി ഒളിച്ചുകളിയാണ് നടത്തുന്നത്. അത് ദേവസ്വം അവസാനിപ്പിക്കണമെന്നും RV ബാബു ആവശ്യപ്പെടുന്നു. ഈ ദേവസ്വം ബോർഡ് നിയമിച്ച കഴകക്കാരനെ തന്ത്രിമാരുടെ പേര് പറഞ്ഞ് മാറ്റി നിയമിച്ചത് ജാതിയുടെ പേരിൽ വിവാദമുണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാനാണെന്നും RV ബാബു പറയുന്നു. ജാതിയുടെ പേരിൽ തമ്മിലടിച്ച് ചോര കുടിക്കാൻ വെമ്പുന്ന ശൃഗാല മനസ്സാണ് ഇതിന്റെ പിന്നിലെന്നും RV ബാബു കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജാതിയുടെ പേരിലുള്ള ഒരു വിവേചനവും അംഗീകരിക്കാനാവാത്തത് എന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദിയുടെ ഒരു പരസ്യമായിട്ടുള്ള ഒരു നിലപാടെടുത്തത്. കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കാൻ കൂട്ടാക്കാത്തവർ സമൂഹത്തിൽ ഒറ്റപ്പെടുക തന്നെ ചെയ്യുമെന്നും ഈ RV ബാബു മുന്നറിയിപ്പ് നൽകുന്നു. മാത്രമല്ല, ഈ കർമ്മം കൊണ്ട് യോഗ്യരായ ആർക്കും ബ്രാഹ്മണ്യം ആർജിക്കാമെന്ന പാലി വിളംബരത്തിന്റെ അന്തസത്തയ്ക്ക് ചേരാത്ത നിലപാടിൽ നിന്ന് ഈ ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നും ഈ RV ബാബു ആവശ്യപ്പെട്ടു. ജാതിയുടെ പേരിൽ ഭിന്നിപ്പിച്ച് ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കാനാണ് CPI നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ നീക്കം എന്നാണ് ഹിന്ദു ഐക്യവേദി ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് മുന്നോട്ട് വയ്ക്കുന്നത്.